ഹലോ. മോർണിംഗ്. അതെ. മകളുടെയും ഭാര്യയുടെയും കാര്യം ഓർത്ത് ടെൻഷനിലായിരിക്കും അല്ലേ? വെളുപ്പാങ്കാലത്ത് വേറെ പണിയൊന്നുമില്ലേ? താൻ ആര്? എന്റെ ശബ്ദം കേട്ടാൽ ഒരുവിധം ആവറേജ് മലയാളികൾക്കൊക്കെ മനസ്സിലാവും ഞാൻ ആരാണെന്ന്. എന്നിട്ടും തനിക്ക് മനസ്സിലായില്ല. അപ്പോഴേ ഞാൻ വിളിച്ചത് അതല്ല, ഒരു ഡയറി കിട്ടിയിട്ടുണ്ട്. ഡയറിയോ? അതെ, ദേവിയുടെ ഡയറി. കോൺവെന്റിലെ സിസ്റ്റർ ഗ്ലോറിയയുടെ കയ്യിൽ അവൾ കൊടുത്തിട്ട് പോയ ഡയറി. ആ ഡയറി ഞാൻ വായിച്ചു. താൻ ആള് കൊള്ളാമല്ലോ. ആ ശ്രീധരമേനോനെ കൊന്നു, അയാളുടെ മകളെ കൊന്നു. സത്യം പുറത്തു വരാതിരിക്കാൻ അയാളുടെ ഭാര്യയ്ക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് അടച്ചിട്ടിരിക്കുകയാണ്. ഇനി ആ പെണ്ണുമ്പിള്ളയെ കൂടെ കൊന്നാൽ സുഖമായി അല്ലേ? ഹലോ, നിങ്ങൾ ആരാ? ഹലോ. അളിയ കലക്കി. ശരിയായ ആ ശബ്ദവും ബേസും അല്ല, ഡിറ്റോ മമ്മൂട്ടി. സുല്ലേ, നീ ഒരു കാര്യം ചെയ്യണേ. ആർക്കെ നായരുടെ മൂവ്മെന്റ്സ് വാച്ച് ചെയ്ത് അപ്പൊ നീ എന്നെ വിവരം അറിയിക്കണം. ശരി. ശരിയായ? അയ്യോ ശരിയായിരുന്നു, ഗംഭീരായി. ആർക്കേ താമത്തോടെ ഇത്ര രാവിലെ? അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്, തനിങ്ങി വന്നേ. ഡയറി കൊണ്ടുപോയത് ആ പിള്ളേർ തന്നെയാകാനാണ് സാധ്യത. എന്നിട്ട് അവരെന്താ അത് പോലീസിൽ ഏൽപ്പിക്കാത്തത്? എനിക്കെങ്ങനെ അറിയാം? മനുഷ്യന്റെ ചങ്ക് കത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു സമാധാനത്തിനുണ്ടേ തന്റെ അടുത്തോട്ട് വന്ന്. അപ്പൊ താൻ എന്നോട് ചോദിച്ചാലോ? താൻ ചൂടാകാതെ, മനസ്സിൽ തോന്നുന്നത് പറഞ്ഞതേ ഉള്ളൂ. താൻ ചെയ്തു വെച്ച പരാക്രമങ്ങളുടെ മുഴുവൻ ദൃക്സാക്ഷി വിവരണമുള്ളത് ആ ഡയറി. അവരത് പോലീസിൽ ഏൽപ്പിച്ചാൽ അടുത്ത നിമിഷം താനകത്താവും. ആ പിള്ളേര് രക്ഷപ്പെടുകയും ചെയ്യും. എന്നിട്ടും അവരെന്താ അത് കൊടുക്കാത്തത്? എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ അവരുടെ ഉദ്ദേശമെങ്കിലോ? കഴുത്തി കൊലക്കേറ് കിടക്കുമ്പോ കൈ കിട്ടിയ ഡയറി കൊടുത്ത് ജീവൻ രക്ഷിക്കാൻ നോക്കാതെ അതും വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് ആരെങ്കിലും കാശുണ്ടാക്കാൻ ശ്രമിക്കൂടൂ? എങ്കിൽ ആ ഡയറി കിട്ടിയത് മറ്റാർക്കെങ്കിലും ആയിരിക്കും. ഒരു മിനിറ്റ്. ഹലോ, അഡ്വക്കേറ്റ് തോമസ് മാത്യു ഹിയർ. മിസ്റ്റർ ആർ കെ നായരുണ്ടോ? നിങ്ങൾ ആരാ? എന്താ കാര്യം? പേരും നാളും ജാതിയും ജന്നതീതൊക്കെ അറിയണോ തനിക്ക്? കൊടുക്കടോ ഫോൺ. ആർക്കേ? തനിക്കാ ഫോൺ. ആർക്കെ? അല്ല, ഈ കണ്ണും തിരുമി പല്ലുപോലും തയ്ക്കാതെ വക്കീലിനെ പോയി കണ്ടിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ ആരാണ്? ശബ്ദം കേട്ടിട്ട് ഇപ്പോഴും എന്നെ മനസ്സിലായില്ല. ഈ ഡയറിയുടെ കാര്യം പറഞ്ഞ് വാലിന് തീ പിടിച്ച പോലെ ഓടി വന്നിട്ട് കാര്യമില്ല. ഞാൻ വേണമെങ്കിൽ അത് തിരിച്ചു തരാം. വിശ്വസിക്കാൻ സാധിക്കുന്നില്ലല്ലേ? ആ ഡയറി വേണമെങ്കിൽ ഞാൻ തിരിച്ചു തന്നേക്കാവുന്നു. പക്ഷേ അതിന് ചില ചില്ലറ ചിലവുകളൊക്കെ ഉണ്ട്. എന്താ, റെഡിയാണോ? എന്ത് വേണം പറയൂ. ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. 1 മണിക്കൂർ. എക്സ്പെക്ട് മൈ കോൾ ആഫ്റ്റർ ആൻ അവർ. എന്താണോ നായരെ പ്രശ്നം? പ്രശ്നം തുടങ്ങിയിട്ടേ ഉള്ളൂ. 1 മണിക്കൂർ ഞാൻ വീണ്ടും വിളിക്കുമെന്ന്. അവരോട് പോവാൻ പറ. നമുക്ക് ക്ലബിലേക്ക് പോവാം. ഒരു 2 എണ്ണം അടിച്ചാൽ തലയൊന്ന് തണുത്ത് കിട്ടും. താൻ ഇവിടെ ഇരിക്കും, ഞാൻ ഡ്രസ് മാറിട്ട് വരാം. ഹലോ, അതെ, പ്രസിഡൻസി ക്ലബ്ബ് ഉണ്ടല്ലോ, വിളിക്കാം സാർ. ഫോൺ. ഹലോ. ഹലോ, തനിക്ക് രക്ഷപ്പെടണമെന്നൊരു ആഗ്രഹമില്ലേ? ഇതൊരു ശല്യമായല്ലോ. നിങ്ങൾ ആരാ? വെള്ളമടിച്ച മനസ്സമാധാനക്കേട് കൂടത്തേ ഉള്ളൂ. പോലീസ് സ്റ്റേഷൻ, കോടതി, ജയില്, അവസാനം തൂക്കുമരം, കട്ടമായിരിക്കും. നിർത്തടാ. ഒരു ഡയറിയുടെ കാര്യം പറഞ്ഞ് കുറെ നേരമായല്ലോ നീ എന്നിട്ട് കുരങ്ങ് കളിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ചൂടാകാതടോ നായരെ. രാവിലെ തന്നെ താനകത്ത് പോകുന്ന കാണണോ? ഇരിക്കുന്ന ക്ലബിൽ നിന്ന് കയ്യാമം വെച്ച് പബ്ലിക്കായിട്ട് പോലീസുകാർ തൂക്കിക്കൊണ്ട് പോകുന്നത്. നായരെ, ഇറ്റ് വിൽ ബി റിയലി പാത്തറ്റിക്.
കട്ടെ. ഹലോ, ആരാണിവൻ? നമ്മുടെ എല്ലാ മൂവ്മെന്റ്സും അറിയാലോ. തന്റെ വീട്, ഈ ക്ലബ്ബ്. ഇവൻ ആള് നിസ്സാര കക്ഷിയൊന്നുമല്ല. ആ ശബ്ദം ഇറ്റ് ഇസ് വെരി ഫെമിലിയർ. പക്ഷേ അങ്ങോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ശ്യാമ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ ചന്ദ്രനോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആരാണെന്നറിഞ്ഞാൽ നീ എന്നെ വെറുക്കും. ആരാ മനസ്സിലായില്ല. മേഴ്സിയുടെ ആരെങ്കിലും ആണോ? ഒരേ സമയം ഒന്നിലേറെ പേരെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള അനുഗ്രഹവും അവസരങ്ങൾക്കൊത്ത് അവയെ മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള വരവും ഈശ്വരൻ സ്ത്രീകൾക്ക് തന്നിട്ടുണ്ട്. ഭാര്യയും മക്കളെയും കാണണമെങ്കിൽ ഇങ്ങോട്ട് വരുത്തിച്ച് കണ്ടോണം. യെസ്, അത് മമ്മൂട്ടിയാ. എന്നെ വിളിച്ചത് മമ്മൂട്ടിയാണ്. തനിക്ക് വട്ടാണ്. മമ്മൂട്ടിക്ക് ഇതിലെന്ത് കാര്യം? ആ ഡയറി അയക്ക് എങ്ങനെ കിട്ടും? താൻ പോകുന്ന സ്ഥലങ്ങള്, ഈ ക്ലബ്ബ്, എന്റെ വീട്, ഇതൊക്കെ അയക്ക് എങ്ങനെ അറിയാം? അയാൾ ഈ ക്ലബ്ബിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല അയാളെ ട്രെയിനിലും ഉണ്ടായിരുന്നു. അതിന് എടോ, ഒരേ ശബ്ദമുള്ള ഒരുപാട് പേര് ഈ ലോകത്തുണ്ടാവും. അതുകൊണ്ട് ഇത് മമ്മൂട്ടി ആവണമെന്നില്ല. ഗുഡ് മോർണിംഗ് മിസ്റ്റർ നായർ. എന്താ കാലത്തെ മമ്മൂട്ടിയെ പറ്റി ഒരു ഡിസ്കഷൻ? സിനിമ എടുക്കാൻ വല്ല പരിപാടിയുണ്ടോ? ഹേയ്, ഒരു പടത്തിലെ മമ്മൂട്ടിയുടെ പെർഫോമൻസിനെ പറ്റി ഞങ്ങൾ പറയുകയായിരുന്നു. സാറെന്താ വല്ലാതിരിക്കുന്നത്? പോരാത്തതിന് കാലം കാത്താളത്തിന് ഒരു മദ്യപാനവും. ഏയ് ഒന്നുമില്ല, ബിസിനസ് ഒക്കെ അല്ലേ, പ്രോബ്ലംസ് ഒഴിഞ്ഞിട്ട് നേരം കാണില്ല. അല്ല, മിസ്റ്റർ മൂർത്തി ഇതുവരെ പോയില്ലേ? ഇല്ല, എങ്ങും എത്താതെ അങ്ങനെ അങ്ങ് ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റില്ലല്ലോ. 1 മിനിറ്റ്, എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. ദേവിയുടെ അമ്മയെ കണ്ട് കുറച്ച് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. വിരോധമൊന്നുമില്ല, പക്ഷേ അവരിപ്പോ ഹോസ്പിറ്റലില്ല. ആ സംഭവത്തിന് ശേഷം ഷീസ് നോട്ട് അറ്റ് ഓൾ നോർമൽ. എന്നെ പോലും തിരിച്ചറിയത്തില്ല. ഒരാഴ്ചക്ക് നോർമൽ ആകുന്ന ഡോക്ടർ പറഞ്ഞത്. ഓക്കെ, അത് മതി. പറ്റേ? ആ വക്കീൽ സാർ. ഓക്കേ. ഞാൻ വിചാരിച്ചു വല്ല അറസ്റ്റ് വാറണ്ട് കൊണ്ട് വന്നതാണ് അവന്റെ അമ്മയുടെ ഒരു ക്ലാസ് എടു. ഹലോ, മിസ്റ്റർ നായരല്ലേ? ഞാൻ ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ. പേടിക്കണ്ട, ഡയറി പോലീസിനെ ഏൽപ്പിച്ചിട്ടില്ല. എനിക്ക് നിങ്ങളോട് നേരിട്ടൊന്ന് സംസാരിച്ചാൽ നാളെ രാത്രി ബീച്ചിൽ ഒറ്റയ്ക്കാവണം വരുന്നത്. ശരി, വേണമെങ്കിൽ ആ വക്കീലിനെ കൂടെ കൂട്ടിക്കോളൂ. പിന്നെ 10 ഗുണ്ടകളുമായി വന്ന് വിരട്ടി കാര്യം നടത്താമെന്ന് വിചാരിച്ചാൽ സംഗതി കുഴപ്പമാവും. ഓർമ്മയിരിക്കട്ടെ. ടോണി എന്തായി പറയുന്നത്? നാളെ ബീച്ചിൽ കാണാമെന്നോ? അതെ. അതെങ്ങനെ? മദ്രാസിരിക്കുന്ന മമ്മൂക്കി നമ്മൾ അങ്ങനെ ഇവിടെ കൊണ്ടുവരും? അത് നാളെ തന്നെ. മമ്മൂട്ടിക്ക് കേരളത്തിൽ തന്നെ ഉണ്ട് ഏതോ പടത്തിന്റെ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന്. ഇന്നത്തെ പത്രത്തിൽ നീ പടവും ന്യൂസ് ഒന്നും കണ്ടില്ലേ? പക്ഷെ ഈ കൊലസ്റ്റ കാര്യത്തിന് വിളിച്ച അങ്ങേര് വരുമോ? വരുത്തണം. ഓക്കെ ഓക്കെ. ഓക്കെ, ലൈറ്റ്സ് ഓൺ. സ്റ്റാർട്ട് സൗണ്ട്. സ്റ്റാർട്ട് ക്യാമറ. ആക്ഷൻ. എന്തായി മമ്മൂസേ? എന്തോ മമ്മൂട്ടി? ഏയ് ഒന്നുമില്ല. ടേക്ക്. ക്യാപ്റ്റൻ റെഡിയാ സർ? റെഡി. റെഡി സർ. സ്റ്റാർട്ട് ക്യാമറ. ആക്ഷൻ. ഫയർ.